ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ചില മൊഴികൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പൾസർ സുനിയുമായി ദിലീപിന് ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല എന്നാണ് ദിലീപ് പറഞ്ഞിരുന്നതെന്നും, എന്നാൽ കാവ്യ മാധവന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി എന്നുള്ള മൊഴി ഇപ്പോൾ രണ്ടാം ഘട്ട വിചാരണയല്ല, അന്തിമ വിചാരണയ്ക്കിടെ പൾസർ സുനി പറഞ്ഞിരിക്കുന്നു എന്നാണ് ബൈജു കൊട്ടാരക്കര, പുള്ളിയുടെ ഒരു ചാനലുണ്ട്, ആ ചാനൽ വഴി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന് വലിയ കുരുക്കായി മാറിയിരിക്കുന്നു ഇത് എന്നൊക്കെയാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത്. യഥാർത്ഥത്തിൽ കൂടുതൽ വിവരങ്ങൾ എന്താ? ബൈജു കൊട്ടാരക്കര ഇത്തരം വിവരങ്ങൾ പറയുന്നത് അദ്ദേഹം കേട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എനിക്കറിയില്ല അത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും എത്രത്തോളം സത്യസന്ധമാണെന്നും അറിയില്ല. സത്യസന്ധമാണ് എങ്കിൽ തീർച്ചയായും ഇത് ദിലീപിന് വലിയ കുരുക്കാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ ഈ കേസ് തുടർച്ചയായി നമ്മൾ സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കേസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ദിലീപ് പറഞ്ഞിട്ടുള്ളത് ദിലീപിന് പൾസർ സുനിയുമായി യാതൊരു ബന്ധവുമില്ല. ദിലീപ് ഇതൊക്കെ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ പൾസർ സുനി തന്നെ ഇപ്പൊ പറയുന്നു കാവ്യ മാധവന്റെ ഡ്രൈവറായി 4 വർഷം ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ആദ്യം മുതൽ ഒരു മാഡമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാഡത്തെ, അത് ആ കാവ്യ മാധവന്റെ അമ്മയാണെന്ന് പറഞ്ഞു, കാവ്യ മാധവനാണെന്ന് പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാത്ത കുറെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. കുറെ നാൾ അത്തരം ചില പേരുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു കേട്ടിരുന്നു. ഇപ്പൊ പൾസർ സുനി ഇപ്പൊ 4 വർഷം കാവ്യ മാധവന്റെ ഡ്രൈവറായി ഇരുന്നു എന്ന് പറയുമ്പോൾ പൾസർ സുനിയെ കാവ്യയ്ക്ക് അറിയാവുന്ന പൾസർ സുനിയെ ദിലീപിന് എന്തായാലും അറിയാതിരിക്കില്ല, ദിലീപിനും അറിയാം. അപ്പോ ഇപ്പൊ കൂടുതൽ സംശയങ്ങൾ ദിലീപിലേക്ക് നീങ്ങുകയാണ്. കാരണം നേരത്തെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് സിനിമയിലെ തന്നെ ചില നടിമാരുടെ കോക്കസ് ആയിരുന്നു. അവർ ചേർന്ന് ദിലീപിന്റെ കുടുംബജീവിതത്തെയും ദിലീപിന്റെ സിനിമാ ജീവിതത്തെയും നശിപ്പിക്കാനായി ഉണ്ടാക്കിയ ചില കഥകളിൽ ഒന്ന് മാത്രമാണിത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നു. നമ്മൾ പരിശോധിച്ചപ്പോഴും അത്തരത്തിൽ ചില വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ പൾസർ സുനിയുടെ അന്തിമഘട്ട വിചാരണയിൽ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് ഇത് വലിയ കുരുക്കായി മാറുക തന്നെ ചെയ്യും. തുറന്ന കോടതിയിൽ വിചാരണ നടത്തണം എന്നുള്ള ഒരാവശ്യം നടി ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ അന്തിമ തീരുമാനമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ കേസ് കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് പോവാണ്. ശ്രീലേഖ IPS പറയുന്നത്, മുൻ DGP ആയിരുന്ന ശ്രീലേഖ IPS പറയുന്നത് ഈ കേസ് ഒരിടവും എത്തില്ല, ഈ കേസിന്റെ വിചാരണയൊന്നും തീരാൻ പോകുന്നില്ല. ദിലീപിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം രൂക്ഷ വിമർശനങ്ങൾ വന്നു. എനിക്ക് തോന്നുന്നു കേസ് വരെ എടുക്കുന്ന തലത്തിലേക്ക് അത് നീങ്ങി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ, പൾസർ സുനി ജയിലിൽ വെച്ചൊരു കത്ത് എഴുതുന്നു. ആ കത്തിൽ ദിലീപ് തനിക്ക് കൊട്ടേഷൻ നൽകിയതാണെന്നും നടിയെ ആക്രമിക്കാൻ ദിലീപാണ് കൊട്ടേഷൻ നൽകിയതെന്നൊക്കെയുള്ള കത്ത് പുറത്തു വരുന്നത്. അതോടുകൂടിയാണ് ഈ കേസ് കൂടുതൽ ചർച്ചയിലും കൂടുതൽ തലങ്ങളിലേക്കും ഒക്കെ മാറുന്നത്. ദിലീപ് ഏകദേശം 85 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. 8ാം പ്രതിയാണ് കേസിൽ, 1ാം പ്രതി പൾസർ സുനിയാണ്. അപ്പോ ഈ കാവ്യ മാധവന്റെ പേര് കൂടി ഇപ്പോൾ ഈ ഒരു ചർച്ചകളിലേക്ക് വരുമ്പോൾ ആ മാഡം കാവ്യ മാധവനാണോ, കാവ്യ മാധവൻ ഈ കേസിന് എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ ചർച്ചകൾ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് കുരുക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പാർത്ഥൻ വിശ്വസിക്കുന്നുണ്ടോ? തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കേസ് പഠിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കേസിന്റെ പുറകെ പോയ ഒരാളാണ്. ഈ കേസ് എങ്ങനെയാണ് വന്നത്, ഈ കേസിന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയ ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് P. കുറുപ്പും അതുപോലെ തന്നെ ശ്രീജിത്ത് പെരുമനുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറയുന്ന ബൈജു കൊട്ടാരക്കര പറഞ്ഞ കാര്യങ്ങൾ ബൈജു കൊട്ടാരക്കര കാടടച്ച് വെടിവെക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഈ പറയുന്ന പൾസർ സുനി മലയാള സിനിമാ രംഗത്തെ പലരുടെയും ഡ്രൈവറായിരുന്നു. മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി. മുകേഷിൻ്റെ ഡ്രൈവറായിരുന്ന ഒരാളെ ദിലീപ് കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നതിലൊന്നും യാഥാർത്ഥ്യമില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ പറയുന്ന പല ആളുകളെ അല്ല, അവിടെയാണ് തെറ്റ്. കാര്യം ഈ പറയുന്ന പൾസർ സുനിയായി ബന്ധപ്പെട്ട് പൾസർ സുനി സിനിമാ മേഖലയിലെ പല ആളുകളുടെയും ഡ്രൈവറായിരുന്നു. സിനിമാ മേഖലയ്ക്കകത്ത് ദിലീപുമായി ബന്ധപ്പെട്ടും മറ്റാളുകളൊക്കെ ബന്ധപ്പെട്ട് ഈ പൾസർ സുനിക്ക് പരിചയമുണ്ടായിരുന്നു. ഇതൊക്കെ ശരിയാണ്. ദിലീപ് കോടതിയിൽ പറഞ്ഞത് പൾസർ സുനിയെ പരിചയമില്ല എന്നുള്ള കാര്യമല്ല പറഞ്ഞത്. പൾസർ സുനിയെ അറിയാം, പൾസർ സുനി സിനിമാ മേഖലയിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ഒരാളാണ് എന്നും പരിചയമുണ്ട് എന്നും തന്നെയാണ് ദിലീപ് പറഞ്ഞത്. അദ്ദേഹവുമായിട്ട് നേരിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഹൈക്കോടതിയിൽ ദിലീപ് പറഞ്ഞിട്ടുള്ളത്. ദിലീപ് പറഞ്ഞത് പൾസർ സുനി പറഞ്ഞ എന്താണ്, എനിക്ക് കൊട്ടേഷൻ തന്നു, എനിക്ക് കാര്യങ്ങൾ തന്നു എന്നല്ലേ. ആ രീതിയിലുള്ള യാതൊരു ബന്ധങ്ങളും ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും പൾസർ സുനിയായിട്ട് എനിക്കില്ല എന്നാണ് ദിലീപ് വ്യക്തമായി കോടതിയിൽ പറഞ്ഞത്. അതിനെയാണ് ദിലീപ് എനിക്ക് പൾസർ സുനിയെ അറിയുകയേ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള രീതിയിൽ
പ്രചരിപ്പിക്കുന്നത്. എന്താണ് ഈ പറയുന്ന കാവ്യ മാധവന്റെ ഡ്രൈവറായിട്ട് 4 വർഷം ഉണ്ടായിരുന്നു എന്ന് പൾസർ സുനി പറയുന്നു. ഈ പറഞ്ഞ പൾസർ സുനി പിന്നെ കാവ്യ മാധവന്റെ ഡ്രൈവർ ആവണമെന്നില്ല. എല്ലാ സിനിമാ മേഖലയിൽ തന്നെ പൾസർ സുനി എന്നുള്ള പേര് അത്യാവശ്യം എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു പേരാണ്. അങ്ങനെയുള്ള പേര് ദിലീപിന് അറിയില്ല എന്ന് ദിലീപ് എവിടെയും പറഞ്ഞിട്ടില്ല. അത് വെറും ഒരു വ്യാജ പ്രചാരണം മാത്രമാണ്. അറിയാവുന്നത് ഇപ്പം എനിക്ക് ധന്യ അറിയാം. ധന്യ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് ധന്യ അറിയാം. ഞാനൊരു കേസിൽ പെടുന്ന സമയത്ത് ധന്യ അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ധന്യക്ക് എന്താണ് ധന്യ എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ധന്യ എനിക്ക് എന്തെങ്കിലും തരത്തിൽ എന്താണ് പിന്നെ ഏതെങ്കിലും തരത്തിൽ കൊട്ടേഷൻ നൽകുകയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിനെ പ്രേരിപ്പിക്കുകയോ ചെയ്ത അർത്ഥമുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നു എനിക്ക് ധന്യ അറിയാം, ധന്യയായിട്ട് പരിചയമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ധന്യ പിന്നെ എനിക്ക് എന്താണ് കൊട്ടേഷൻ തന്നു എന്ന് ഞാൻ പറയുന്നു. പക്ഷെ ധന്യ പറയാണ് എനിക്ക് പാർത്ഥനായിട്ട് പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് യാതൊരു തരത്തിലും അങ്ങനെ ഒരു എന്താണ് മറ്റ് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ പാർത്ഥ സിനിമാ മേഖലയിൽ ഒരുപാട് പേരുടെ ഡ്രൈവർ ആയിരുന്നു പൾസർ സുനി. ഇപ്പൊ പാർത്ഥ തന്നെ പറയുന്നുണ്ട് ദിലീപിനെ അറിയാവും. എങ്കിൽ പിന്നെ ദിലീപിന്റെ പേര് മാത്രം എന്തിനാ പൾസർ സുനി വലിച്ചിട്ട്? മറ്റു എത്രയോ നടന്മാരുണ്ട്, അവരുടെയൊക്കെ പേര് പറയാമല്ലോ. അവിടെയാണ് കാരണം മറ്റുള്ള നടന്മാരായിരുന്നോ മലയാള സിനിമയെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ചോദ്യം. മറ്റുള്ള നടന്മാരായിരുന്നില്ല മലയാള സിനിമയിലെ മുഴുവൻ ആളുകളെയും എന്താണ് കയ്യിലെടുത്തുകൊണ്ട് നടന്നിരുന്ന ഒരു നടൻ എന്ന് പറയുന്നത്. മലയാള സിനിമയ്ക്കകത്ത് എന്താണ് തിയേറ്ററുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലെ പിന്നെ നിർമ്മാതാക്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ മലയാള സിനിമയെ കൃത്യമായി കൈയടക്കിക്കൊണ്ടിരുന്ന ഒരു നടനായിരുന്നു ദിലീപ്. ആ ദിലീപ് എന്ന് പറയുന്ന ഒരു വൻ ശക്തി വീഴണം എന്നുള്ളത് പലരുടെയും എന്തായിരുന്നു ഒരു ആവശ്യമായിരുന്നു. അങ്ങനെയാണ് പൾസർ സുനിയെ ഈ പറയുന്ന ജയിലിൽ നിന്ന് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന കത്തുണ്ടല്ലോ, ഈ കത്ത് എങ്ങനെയാണ് പുറത്തു പോയത്? ഒന്ന്. രണ്ടാമത്തത് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന കത്ത് പൾസർ സുനിയുടേതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് ഈ കത്ത് ഞാനാണ് എഴുതി കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ 2 നടിമാരുടെയും ഒരു സംവിധായകൻ്റെയും പേര് ഒരു സമയത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തത് മേഡം എന്ന് പറയുന്ന ഒരു കാര്യം. ഈ പറയുന്ന സരിത എസ് നായരുടെ അഭിഭാഷകനായിട്ടുള്ള ഫെനി എന്ന് പറയുന്ന അഭിഭാഷകനുണ്ട്. ഫെനി ഒരിക്കലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസ് വന്ന സമയം തന്നെ എന്നെ അന്വേഷിച്ച് 2 പേർ വന്നു. ആ 2 പേർ എന്നോട് പറഞ്ഞത് പിന്നെ എന്താണ് ഇവർക്ക് ജാമ്യം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എറണാകുളത്ത് ഹാജരാവണ്ട, നിങ്ങൾ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരായിക്കോളൂ, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ മേഡത്തോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. മേഡം സംസാരിച്ചു. അവർ തമിഴ് കലർന്നൊരു ഭാഷയിലായിരുന്നു എന്നോട് സംസാരിച്ചത്. പിന്നീട് വിവരങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞ് ആ 2 പേർ പോയി എന്നാണ് പറഞ്ഞത്. അതായത് പെരുമ്പാവൂർ ഉള്ള സ്ഥലത്തുള്ള മേഡമാണ് എന്നാണ് അവൻ എന്നോട് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു. ഈ കാര്യം ഞാൻ കേസ് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽ 2 തവണ പെടുത്തി എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മേഡത്തെ പറ്റി അന്വേഷിച്ചോ? ഈ മേഡം ആരാണ്? ഈ പറയുന്ന കോൾ വിളിച്ചത് ആരാണ്? ഫെനിയുമായിട്ട് സംസാരിച്ചത് ആരാണ് എന്ന് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടായോ? അന്വേഷണം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മേഡം എന്ന് പറയുന്ന ആൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പ്രതിഭാഗം പറയുന്നത്. അതാണ് പ്രതിഭാഗത്തിൻ്റെ എന്താണ് കൃത്യമായ വാദം. ഇവിടെ ഈ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ ദിലീപിൻ്റെ മേലേക്ക് വെച്ച് കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം ബൈജു കൊട്ടാരക്കരുടെ ഭാഗത്തു നിന്നുണ്ട്. ബൈജു കൊട്ടാരക്കരയ്ക്ക് ഇദ്ദേഹത്തോടുള്ള വെറുപ്പ് എന്ന് പറയുന്നത് മലയാള സിനിമാ രംഗത്ത് ബൈജു കൊട്ടാരക്കരയുടെ ചില കാര്യങ്ങളൊന്നും നടപ്പാക്കാത്തതിൻ്റെ പുറത്തുള്ള ചില വിരോധമാണ് ദിലീപിനോട് തീർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപ് പൾസർ സുനിയെ അറിയുകയേയില്ല എന്നൊരു മൊഴി കോടതിയിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദിലീപ് പറഞ്ഞ കാര്യം എനിക്ക് ഈ കൊട്ടേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ പൾസർ സുനിയുമായിട്ട് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസ് കൃത്യമായി കോടതി പഠിക്കുന്നുണ്ട്. ആ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലാതെ ദിലീപ് പെടും എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല.